സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോയ്സ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നോയ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ്, അതായത് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ നോയ്സസ് ഉണ്ട്. അപ്പൊ നോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ചാനൽ എടുക്കുവാണെങ്കിലും ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ ഏത് സൈഡ് എടുക്കുവാണെങ്കിലും നമുക്ക് നോയ്സ് അഫക്ട് ചെയ്യുന്ന റീജിയൻസ് എല്ലാം നമുക്ക് അറിയാം. അപ്പോൾ ഈ നോയ്സിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എക്സ്റ്റേണൽ നോയ്സ്. അതിനകത്ത് നമ്മൾ പഠിച്ചു അറ്റ്മോസ്ഫിയറിക് ഉണ്ട്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ നോയ്സ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് തിയറിയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിരുന്നാൽ മതി അറ്റ്മോസ്ഫിയറിക് നോയ്സ് ഏതൊക്കെയാണ്, അപ്പൊ അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കുക. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് കാരണം അറ്റ്മോസ്ഫിയറിക് നോയ്സ് ഉണ്ടാകുന്നു. ദെൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയ്സ്, അതും നമ്മുടെ ഈ സോളാർ നോയ്സ്, കോസ്മിക് നോയ്സ്, അതായത് സൺ, സ്റ്റാർ, ഇതിനകത്ത് നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്ന നോയ്സസ് ആണത്. ദെൻ ഇത് കൂടാതെ നമ്മൾ ഇൻഡസ്ട്രിയൽ നോയ്സും പഠിച്ചു അല്ലെ, നോയ്സ് റേഞ്ചസ് ബിറ്റ്വീൻ 1 to 600 മെഗാഹെർട്സ്. ഇനി അതേപോലെ തന്നെ അതും ഒരു റേഡിയോ ഫ്രീക്വൻസി ഇന്റർഫറൻസ് ആണ് അല്ലെ, ചില മെക്കാനിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ചില ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന നോയ്സുകളാണ് ഇൻഡസ്ട്രിയൽ നോയ്സ്. അപ്പോൾ ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്റേണൽ നോയ്സസ്. അപ്പൊ നമുക്ക് നോയ്സിന് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വരുന്നത് ഇന്റേണൽ നോയ്സ് എന്നുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, ചില ഇക്വേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇന്റേണൽ നോയ്സ് റെഫർ ടു അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് ജനറേറ്റഡ് വിത്തിൻ ഇലക്ട്രോണിക് കമ്പോണന്റ്സ് അല്ലെങ്കിൽ സർക്യൂട്ട്സ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസീവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ റിസീവർ സൂപ്പർ ടോഡ് റിസീവറിന്റെ ബ്ലോക്ക് ഡയറിയിൽ പഠിക്കും. അപ്പൊ ആ ഒരു സൂപ്പർ ടോഡ് റിസീവറിന്റെ ആ റിസീവർ സ്റ്റേജിൽ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ്സിലൊക്കെ ഉണ്ടാവുന്ന നോയ്സസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇന്റേണൽ നോയ്സസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ നോയ്സസ് that are generated within the electronic components അല്ലെങ്കിൽ സർക്യൂട്ട്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണന്റ്സ് കാരണം, അല്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്ന റിസീവേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് പാസീവ് കമ്പോണന്റ്സ് കാരണം ഉണ്ടാവുന്ന നോയ്സസ് ആണ്. സോ അപ്പൊ അതെന്തുകൊണ്ടായിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇപ്പോ ഒരു പാസീവ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു എന്താണ് റെസിസ്റ്ററോ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു നോയ്സസിനെയാണ് ശരിക്കും ഇന്റേണൽ നോയ്സ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ദ നോയ്സ് ഇസ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ റേഡിയോ സ്പെക്ട്രം, therefore it is proportional to bandwidth over which it is measured. സോ നമുക്ക് ആ ഒരു ഇന്റേണൽ നോയ്സസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോയ്സ് ആണ് തെർമൽ അജിറ്റേഷൻ നോയ്സ്. ഇതിന് പല പേരുകളുണ്ട്, അപ്പൊ നമ്മൾ ഓരോ പേരുകൾ എന്താണെന്ന് പഠിക്കും. തെർമൽ അജിറ്റേഷൻ നോയ്സ്, വൈറ്റ് നോയ്സ്, ജോൺസൺ നോയ്സ്, ഇതൊക്കെ സെയിം പേരുകളാണ്. സോ the noise generated in a resistance or a resistive component is random and is referred to as this thermal agitation noise. അപ്പൊ ഒരു റെസിസ്റ്റീവ് കമ്പോണന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു നോയ്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് തെർമൽ അജിറ്റേഷൻ നോയ്സ് അല്ലെങ്കിൽ ജസ്റ്റ് തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് വൈറ്റ് നോയ്സ് എന്നോ തെർമൽ അജിറ്റേഷൻ നോയ്സ് എന്ന്, അല്ലെങ്കിൽ വൈറ്റ് നോയ്സ്, ജോൺസൺ നോയ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു നോയ്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ തെർമൽ അജിറ്റേഷൻ നോയ്സിനകത്ത് അതിന്റെ നോയ്സ് ഈക്വലന്റ് വോൾട്ടേജോ അതിനകത്ത് ആ ഒരു റിലേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇതിന്റെ റീസൺ ആണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തെർമൽ അജിറ്റേഷൻ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റാപ്പിഡ് ആൻഡ് റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കമ്പോണന്റ്. അപ്പൊ അങ്ങനെ ഒരു റാൻഡം നോയ്സ് ആണ്, അല്ലെങ്കിൽ ഇന്റേണലി ജനറേറ്റഡ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് കമ്പോണന്റ് കാരണം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇന്റേണൽ നോയ്സ് ആണ് തെർമൽ അജിറ്റേഷൻ നോയ്സ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ഫോർ തെർമൽ അജിറ്റേഷൻ നോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റാൻഡം മോഷൻ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇൻ ദ കമ്പോണന്റ് ഇൻസൈഡ്. എല്ലാത്തിന്റെയും ഒരു കോസ് കാണും, അതുകൂടെ ഒന്ന് പഠിച്ചു വരുമ്പോ. ദെൻ നമ്മൾ ഇതിനെ പറഞ്ഞു ജോൺസൺ നോയ്സ്, വൈറ്റ് നോയ്സ്, അല്ലെങ്കിൽ നൈറ്റ്വിസ്റ്റ് നോയ്സ് എന്നൊക്കെ വിളിക്കുന്നതും ഈ തെർമൽ അജിറ്റേഷൻ നോയ്സിനെയാണ്. സോ ആ ഡിഫറെന്റ് നെയിംസും കൂടി പഠിക്കുക, തെർമൽ അജിറ്റേഷൻ നോയ്സിന്റെ ഡിഫറെന്റ് നെയിംസ്. ദെൻ സോ അതിന്റെ
ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് വിത്തിൻ ദ കമ്പോണൻസ് അല്ലെ. സോ ദ ഫ്രീ ഇലക്ട്രോൺസ് വിത്തിൻ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടർ പ്രോസസ് കൈനറ്റിക് എനർജി ആസ് എ റിസൾട്ട് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് ദ സറൗണ്ടിങ്സ്. സോ ആ ഒരു റാൻഡം മോഷൻ ഉണ്ടാവുന്നത് ഡ്യൂ ടു സം ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ കണ്ടക്ടർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിക് കമ്പോണൻസും സറൗണ്ടിങ്സും ആയിട്ടുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് കാരണം ആ കണ്ടക്ടറിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജിയാണ് അവിടെ ഒരു റാൻഡം മോഷൻ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂ ടു ദിസ് കൈനറ്റിക് എനർജി ഇലക്ട്രോൺസ് ആർ ഇൻ എ മോഷൻ. അപ്പൊ നമ്മള് ആ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു ദ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് സറൗണ്ടിങ്സ്. സോ അത് കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കൈനറ്റിക് എനർജി കാരണമാണ് ഇലക്ട്രോൺസിന് ഒരു റാൻഡം മോഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനൊരു പൊല്യൂഷൻ സംഭവിക്കും. സോ പൊല്യൂഷൻ എന്ന് പറയുന്ന കാരണം നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സ്ട്രക്ചർ തന്നെ ഇപ്പൊ നമ്മൾ സിലിക്കൺ ഒക്കെ പഠിക്കുമ്പോൾ അതിന് ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും എന്ന് പറയത്തില്ല. അതിന്റെ സ്ട്രക്ചറിനകത്ത് ഉണ്ടാവുന്ന ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ഡിഫക്ട്സ്, ഇതൊക്കെ കാരണം അതിനകത്ത് പൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ റാൻഡം പൊല്യൂഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന മോഷനെയാണ് റാൻഡം മോഷൻ എന്ന് വിളിക്കുന്നത്. So this process occurs in real conductors and gives rise to a conductor's resistance. So ഇങ്ങനെ ഒരു റാൻഡം മോഷൻ ഉണ്ടാവുന്നതിന്റെ റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. So as a result, the electron density throughout the conductor varies randomly, giving rise to a randomly varying voltage across the conductor. അപ്പൊ ഇവിടാണ് നമ്മൾ ആ തെർമൽ നോയിസ് വോൾട്ടേജ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. സോ നമ്മൾ പറഞ്ഞു ആ ഒരു തെർമൽ റെസിസ്റ്റൻസ് കാരണം അവിടെ ഒരു തെർമൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് ക്യാൻ ബി സെൻസ്ഡ് ബൈ യൂസിങ് എ വോൾട്ട് മീറ്റർ. സോ നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. സോ കൈനറ്റിക് എനർജി കാരണം റാൻഡം മോഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റീവ് നേച്ചർ ഉണ്ടാവുന്നു. ആ റെസിസ്റ്റീവ് നേച്ചർ കാരണം ഉണ്ടാവുന്ന ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ അതിനെ നമുക്കൊരു തെർമൽ വോൾട്ടേജ് എന്ന് വിളിക്കാം. ആ ഒരു വോൾട്ടേജ് നമുക്ക് ഒരു സെൻസിറ്റീവ് വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്യാവുന്നതാണ്. So the average or mean noise voltage across the conductor is 0, but the root mean square value is finite and can be measured. So the average or mean noise voltage, നമ്മൾ പറഞ്ഞ ഒരു നോയിസ് വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ തെർമൽ നോയിസ് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് തെർമൽ നോയിസ് വോൾട്ടേജ്. Vn is equal to root of 4 kTBR. അപ്പൊ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോ the average or mean noise voltage across the conductor is 0, but the root mean square value is finite. ആവറേജ് വാല്യൂ ഓഫ് നോയിസ് വോൾട്ടേജ് അല്ലെങ്കിൽ മെയിൻ വാല്യൂ എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ അക്രോസ് ഉള്ളത് നമുക്ക് 0 ആയിട്ട് പറയാം. കാരണം അതിനൊരു റാൻഡം മോഷൻ ആണ്. സോ അവിടെ നെറ്റ് കറണ്ട് വാല്യൂ ഒക്കെ 0 ആയിരിക്കും. സോ അവിടെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്നൊക്കെ പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയിസ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ then frequency parameter. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആവറേജ് വോൾട്ടേജ് അല്ല, പകരം ഇത് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് നോയിസ് വോൾട്ടേജ് ആണ്. മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് അല്ലെ. മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ നമുക്ക് പറയാം Vn സ്ക്വയർ എന്ന് പറയുന്നത് 4 kTBR ആണ്. അപ്പൊ Vn എന്ന് പറയുന്നത് റൂട്ടിൽ വരും. അപ്പൊ അത് എന്തിനൊക്കെയാണ് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് റെസിസ്റ്റൻസിനും ബാൻഡ് വിഡ്ത്തിനുമാണ്. അവിടെ T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ബാൻഡ് വിഡ്ത്ത് റെസിസ്റ്റൻസിനാണ്. മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ട്. അപ്പൊ Vn എന്ന് പറയുമ്പോൾ അത് ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് ആവുകയാണ്. റൂട്ട് ഇപ്പുറത്തോട്ട് വന്നാൽ Vn സ്ക്വയർ ആവും. Vn സ്ക്വയറിനെയാണ് നമ്മൾ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് നോയിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് തെർമൽ നോയിസ് വോൾട്ടേജ് Vn എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റൂട്ട് ഓഫ് 4 kTBR. അവിടെ T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ബാൻഡ് വിഡ്ത്ത് ആണ് B എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത്. ദെൻ നമുക്ക് R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. സോ മീൻ സ്ക്വയർ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ പഠിക്കുക.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് വി എന്നിന്റെ root of 4 kT PR. Then the noise power transferred by a resistor is directly proportional to the absolute temperature. In addition, this power is also directly proportional to bandwidth over which the noise is measured. ഇനി നമ്മളിപ്പോ നോയിസ് വോൾട്ടേജ് തെർമൽ നോയിസ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്ത പോലെ നോയിസ് പവർ എന്ന് പറയുന്നതും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ബാൻഡ്വിഡ്ത്ത്. അപ്പൊ വോൾട്ടേജ് എങ്ങനെയാണോ അല്ലെ, വോൾട്ടേജ് അറിയാമെങ്കിൽ പവർ കണ്ടുപിടിച്ചൂടെ. അപ്പൊ അതേപോലെ തന്നെ നോയിസ് പവറും നമുക്ക് നോയിസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ നോയിസ് പവർ കണ്ടുപിടിക്കാം. ആ നോയിസ് പവർ അത് ശരിക്കും V²/R ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ V² ഉണ്ട്, നമുക്കറിയാം V² ആണ് Vn²/R ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും. പവർ എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്, ബാൻഡ്വിഡ്ത്തിന് ടെമ്പറേച്ചറിനും പ്രൊപ്പോർഷണൽ ആണ്. സോ അതാണ് നോയിസ് പവർ. നമുക്ക് നോയിസ് വോൾട്ടേജ് ആണ് ഇമ്പോർട്ടന്റ്, അതിന്റെ കൂടെ നോയിസ് പവറും കൂടെ ഡിഫൈൻ ചെയ്തേക്കുവാണ്. അപ്പൊ Vn² എന്ന് പറയുന്നത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. വെറും Vn ആണ് തെർമൽ നോയിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാമെങ്കിൽ നമുക്ക് നോയിസ് പവറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോയിസ് പവർ ഓൾസോ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. സോ Vn is equal to, അപ്പൊ നമ്മൾ നേരത്തെ Vn² എന്താണ് കിട്ടിയത്? KTBR അല്ലെ, 4 KTBR ആണ്. 4 KTBR ആണ് നമുക്ക് കിട്ടിയത്. ശരിക്കും ഈ Vn²/R എന്ന് പറയുമ്പോൾ പവർ വരും. ആ ഒരു 4 അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു പവർ എന്ന് പറയുന്നത് കെയ്ക്കും ടിക്കും പിക്കും പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നത്. സോ ഇതാണ് നോയിസ് പവറിന്റെ എക്സ്പ്രഷൻ. Pn is equal to K into T into B. റെസിസ്റ്റൻസ് വരത്തില്ല, അത് ആലോചിക്കുക. K നമുക്കറിയാം ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, B എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് ആണ്. Pn എന്ന് പറയുന്നത് നേരത്തെ നോയിസ് വോൾട്ടേജ് പറഞ്ഞ പോലെ നോയിസ് പവർ ആണ് Pn. T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, B എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ്. K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട് 1.38 into 10⁻³ J/Kelvin. അപ്പൊ നോയിസ് വോൾട്ടേജ് നോയിസ് പവറും പഠിച്ചു. നെക്സ്റ്റ് ഈ തെർമൽ നോയിസിനെ നമ്മൾ ജോൺസൺ നോയിസ് എന്നും പറയുമല്ലോ. അതേപോലെ തന്നെ ഇതിനെ ഗോസിയൻ നോയിസ്, ഒരുപാട് പേരുകൾ പഠിച്ചു. ഗോസിയൻ നോയിസ്, വൈറ്റ് നോയിസ്, ജോൺസൺ നോയിസ് എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇതൊരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്: 1/√2πσx² exponential of x my nx whole square by 2 σ². σ² വേരിയൻസ് ആണ്. σ² എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. ഈ mx² എന്ന് പറയുന്നത് മീൻ ആണ്. ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചേക്കുവാണ്. ഇക്വേഷൻ 1, അവിടെ മീൻ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോസിയൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. ഇത് 0 ആണ്. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് എ വൈറ്റ് നോയിസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ വൈറ്റ് നോയിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഗോസിയൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വിത്ത് 0 മീനിനെ നമുക്ക് ഒരു വൈറ്റ് നോയിസ് എന്ന് പറയാം. അപ്പൊ അത് ആ ഒരു ടേംസ് ഒന്ന് പഠിച്ചു കൊടുക്കുക. ജോൺസൺ നോയിസ്, വൈറ്റ് നോയിസ്. അപ്പൊ വൈറ്റ് നോയിസിന്റെ മറ്റൊരു പേരാണ്, ഇപ്പൊ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഗോസിയൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വിത്ത് 0 മീൻ, അതിനെ ഇസ് ഓൾസോ നോൺ ആസ് വൈറ്റ് നോയിസ് എന്ന് വിളിക്കും. ഇപ്പൊ ജോൺസൺ നോയിസ്, തെർമൽ നോയിസ്, വൈറ്റ് നോയിസ്, ഇതെല്ലാം നമുക്ക് ഈ തെർമൽ നോയിസിന്റെ ഇക്വലന്റ് നെയിംസ് ആണ്. അപ്പൊ അതെല്ലാം ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് തെർമൽ നോയിസ്. ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ഒരു തെർമൽ നോയിസിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അതായത് നമുക്കിപ്പോ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നോയിസ് പവർ, അപ്പൊ നമ്മൾ നോയിസ് വോൾട്ടേജ് പഠിച്ചു, നോയിസ് പവറും പഠിച്ചു. നോയിസ് പവർ എന്താണ്? Pn is equal to K into T into B ആണ്. K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, B എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത്. ഇനി നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ Pn/2B എഴുതാം. അപ്പൊ ഇതിനകത്ത് നിന്ന് 2B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? KT/2 എന്ന് വരും. അപ്പൊ ഇതാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ദാറ്റ് ഈസ് ദ നോയിസ് പവർ ഡിവൈഡഡ് ബൈ 2 times B. അതാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നോയിസ് പവർ കണ്ടുപിടിച്ചു, അത് K into TB ആണ്. ദെൻ അതിനകത്തുനിന്ന് ഒരു 2B കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് KT/2. ഇനി നമ്മൾ അതിനകത്ത് KT എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഈറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമ്മൾ KT/2 തന്നെയാണ്, അതിന് η/2 എന്ന് എഴുതാം. So the above equation represents two-sided power spectral density of thermal noises. So ഒരു two-sided power spectral, അതുകൊണ്ടാണ് നമ്മൾ ബാൻഡ് എടുത്ത് 2B എന്ന് എഴുതിയിരിക്കുന്നത്. 2B two-sided ആണ്. two-sided power spectral density ആണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? η/2. ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈറ്റ എന്ന് പറയുന്നത് KT ആണ്. KT, so KT/2 വരും. Then one-sided power spectral density ആണെങ്കിൽ വെറും ഈറ്റ എന്ന് വരുത്തും. So ഇത് two-sided ആണ്. This is two-sided. The one-sided power spectral density. The two-sided power spectral density. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് η/2ഉം അടുത്തത് ഈറ്റയാണ്. ഈറ്റ എന്ന് പറഞ്ഞാൽ KG ആണ്. K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി പഠിച്ചു. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് നോയ്സ്. അപ്പൊ നമ്മൾ ഇന്റേണൽ നോയ്സിനകത്ത് തെർമൽ നോയ്സ് ആണ് പഠിച്ചത്. വെജിറ്റേഷൻ നോയ്സ്, അതിനെ വൈറ്റ് നോയ്സ്, ഗോസിയൻ നോയ്സ് പല പേരിൽ വിളിക്കും. രണ്ടാമത് ഷോർട്ട് നോയ്സ് ആണ്. തെർമൽ അജിറ്റേഷൻ ഈസ് ബൈ നോ മീൻസ് ദ ഓൺലി സോഴ്സ് ഓഫ് നോയ്സ് ഇൻ റിസീവേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തെർമൽ അജിറ്റേഷൻ നോയ്സ് റിസീവേഴ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഓൾ ദി അതർ സോഴ്സസ് ഈസ് ഷോർട്ട് എഫക്ട്. സോ ബാക്കിയുള്ള നോയ്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോയ്സ് ആണ് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. വിച്ച് ലീഡ്സ് ടു ഷോർട്ട് നോയ്സ് ഇൻ ഓൾ ആംപ്ലിഫൈങ് ഡിവൈസസ്, വിർച്വലി ഓൾ ആക്റ്റീവ് ഡിവൈസസ്. സോ അതിന്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഷോർട്ട് നോയ്സ് ഉണ്ടാകുന്നത്. It is caused by random variation in the arrival of electrons at the output electrode of an amplifying device and appears as a randomly varying noise current. അപ്പൊ ഇത് കറണ്ടിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. So it is also caused by a random variation in the arrival of electrons or holes at the output electrode of an amplifying device and appears as a randomly varying noise current ആണ്. നോക്കുക, നോയ്സ് കറണ്ട് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. സോ ദാറ്റ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട്. സോ ഇതിനെയാണ് ഈ റാൻഡം ഔട്ട്പുട്ടിനെയാണ് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഷോർട്ട് നോയ്സ് നമ്മൾ നേരത്തെ VN ഡിഫൈൻ ചെയ്ത പോലെ ഷോർട്ട് നോയ്സിനും ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത് ISN². ഷോർട്ട് നോയ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ISN എന്ന് പറയുന്ന ലിറ്ററേച്ചറാണ്. ISN ഷോർട്ട് നോയ്സ് ആണ്. So the noise current ISN fluctuating above the mean value I0. So ആ ഒരു I0 എന്ന് പറയുന്ന ആ ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി വാല്യൂ, DC വാല്യൂ എന്നൊക്കെ പറയാം, അതിനെ ക്രോസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നമ്മുടെ നോയ്സ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ISN വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ISN എക്സ്പ്രഷൻ 2EI0 ഡെൽറ്റ. സോ ഈ ISN² എന്ന് പറയുന്നത് 2E അല്ലെങ്കിൽ 2Q എന്നൊക്കെ പറയാം. ഇലക്ട്രോണിന്റെ ചാർജ് ആണ് I0 ഡെൽറ്റ F. അപ്പൊ നോക്കി ഇതിനെ നമ്മൾ ഷോർട്ട് കീ ഫോർമുല എന്നൊക്കെ വിളിക്കും. ഈ ഒരു ഷോർട്ട് നോയ്സ് എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഷോർട്ട് നോയ്സ് കറണ്ടിനെ നമുക്ക് ഷോർട്ട് കീ ഫോർമുല എന്ന് വിളിക്കാം. സോ ഷോർട്ട് കീ ഫോർമുല അല്ലെങ്കിൽ ഷോർട്ട് നോയ്സ് കറണ്ട് ISN ISN² is equal to 2QI0 അല്ലെങ്കിൽ 2EI0 ഡെൽറ്റ F. ഡെൽറ്റ എഫ് ബാൻഡ്വിഡ്ത്ത് ആണ്, ബി എന്നോ ഇത് കൊടുക്കാം. സോ അത് വൺ സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എഫ് തന്നെ എഴുതിയിരിക്കുന്നത്. സോ നമ്മുടെ എക്സ്പ്രഷൻ ഷോർട്ട് നോയ്സിൻ്റെ ISN² വാല്യൂ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. സോ അതിനെ ഷോർട്ട് കീ ഫോർമുല എന്ന് പറയും. Then short noise is Gaussian distributed with the zero mean. So this is also a Gaussian distributed noise with the zero mean. The number of electrons contributing to short noise current is very large. Short noise increases with the biasing current in reverse bias junction and will be proportional to I0. So ഈ ഒരു ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു കറണ്ട് ആണെന്ന് മനസ്സിലായി. ആ ഒരു നോയ്സ് കറണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. So it will increase with the biasing current in reverse biased junction and it will be proportional to I0. This noise is negligible in FET. FET ക്കകത്ത് ഷോർട്ട് നോയ്സ് വളരെ കുറവായിരിക്കും.
അത് BJTs-ലാണ് കൂടുതലുള്ളത്. അപ്പോൾ ഷോർട്ട് നോയ്സിന്റെ റീസൺ നമ്മളിവിടെ പറഞ്ഞു. ഷോർട്ട് നോയ്സ് ഇൻക്രീസസ് വിത്ത് the biasing current in reverse biased junction, and that is proportional to I0. അത് കാരണമാണ് ഷോർട്ട് നോയ്സ്. And it is also a Gaussian distributed function with the zero. അത്രയാണ് ഷോർട്ട് നോയ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഒരു 1/f നോയ്സ് എന്നൊക്കെ പറയും. 1/f നോയ്സ് അല്ലെങ്കിൽ ഫ്ലിക്കർ നോയ്സ്. 1/f നോയ്സ് എന്ന് നമുക്ക് പറയാം. ഫ്ലിക്കർ നോയ്സ്, ലോ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ 1/f നോയ്സ്. ഇങ്ങനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. സോ ഇനി ഇതിന്റെ റീസൺ ആണ്. അപ്പൊ നമുക്ക് ഈ നോയ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് കുറച്ച് തിയറി ആയിട്ട് ചോദിക്കും. അപ്പൊ ഇന്നലെ ഏത് ഓപ്ഷൻ ആണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഷോർട്ട് നോയ്സും എല്ലാം തമ്മിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. തിയറി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ നോയ്സ് അറൈസസ് ഡ്യൂ ടു ഫ്ലിക്കർ നോയ്സ് അല്ലെങ്കിൽ 1/f നോയ്സ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി നോയ്സ് എന്നൊക്കെ പറയും. And this noise arises due to imperfect surface behavior of semiconductor devices and due to imperfections in the cathode surface of electrodes. So അങ്ങനെ power spectral density എന്ന് പറയുന്നത് it is inversely proportional to frequency ആയിരിക്കും. 1/f ആയിരിക്കും. ഒരു ലോ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ ഫ്ലിക്കർ നോയ്സിനകത്ത് power spectral density എന്ന് പറയുന്നത് എപ്പോഴും inversely proportional to frequency ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ 1/f നോയ്സ് എന്ന് വിളിക്കുന്നത്. Power spectral density is inversely proportional to frequency. So power spectral density S of omega into 1/f ഇതിനൊരു ഫോർമുല കൂടി ഉണ്ട്. ഓക്കെ, S of omega എന്ന് പറഞ്ഞാൽ നമ്മൾ S of t എന്ന് പറയുന്ന സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. So this noise is significant at very low frequency. Very low frequency സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നോയ്സ് ആണ് ലോ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ 1/f നോയ്സ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി നോയ്സ് എന്നും പറയും. സോ ദ നോയ്സ് ഈസ് ഒബ്സർവ്ഡ് ബിലോ ഫ്രീക്വൻസീസ് ഓഫ് ഫ്യൂ കിലോഹെർട്സ്. അപ്പൊ ഈ ഷോർട്ട് നോയ്സിന്റെ കാര്യമാണ് പറയുന്നത്. അത് വെരി ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ബിലോ frequencies of few kilohertz and its power spectral density increases with the increase in frequency. The frequency കൂടുന്നതനുസരിച്ച് അതിന്റെ power spectral density കൂടുകയും ചെയ്യും. with decrease ആണ് inversely proportional ആണല്ലോ. സോ നമുക്ക് ഇങ്ങനെ പറയാം, f power spectral density S of omega is proportional to 1/f. Some different names: flicker noise, 1/f noise, low frequency noise. So flicker noise can be reduced significantly by using wire wound or metallic resistors. Wire wound അല്ലെങ്കിൽ metallic film resistors use ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് flicker noise can be reduced. Wire wound metallic resistors rather than the more common carbon composition type മെറ്റീരിയൽസ് അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വയർ ബൗണ്ട് അല്ലെങ്കിൽ മെറ്റാലിക് ഫിലിം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. Then in semiconductors, flicker noise arises from fluctuations. Right. Fluctuations. Flicker noise arises from fluctuations in the carrier density. Carrier density എന്ന് പറയുമ്പോൾ all electron concentrations ആണ്. Which in turn give rise to fluctuations in the conductivity of the. അപ്പോൾ flicker noise സെമികണ്ടക്ടേഴ്സിന് ഉണ്ടാകാനുള്ള റീസൺ ആണ് പറയുന്നത് due to some variations അല്ലെങ്കിൽ change in carrier concentration, carrier density എന്ന് പറയാം, hole and electrons, which in turn gave rise to the fluctuations in the conductivity of the medium. So അത് കാരണം variations ഉണ്ടാവും conductivity. That is, the noise voltage will be developed whenever the direct current flows through the semiconductor, and mean square voltage will be proportional to the square of the current. അപ്പോൾ ഫ്ലിക്കർ നോയ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത് പാർട്ടീഷൻ നോയ്സ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നോയ്സ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ സർക്യൂട്ട് വേറെ കറണ്ട് ഹാസ് ടു ഡിവൈഡ് ടു ഓർ മോർ പാത്തിലെ കറണ്ട് ഡിവിഷൻ. കറണ്ടിന്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പാത്ത് എന്നാണ് അതിന്റെ മീനിങ്. ഒരു മൾട്ടിപ്പിൾ പാത്ത് ഉള്ള
സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ടും വരുന്ന നോയ്സ് ആണ് പാർട്ടീഷൻ നോയ്സ്. സോ ദാറ്റ് ഈസ് റിസൾട്ടിങ് ഫ്രം റാൻഡം ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഡിവിഷൻ. അതാണ് നമ്മുടെ പാർട്ടീഷൻ നോയ്സിന്റെ റീസൺ. ദാറ്റ് ഈസ് റിസൾട്ടിങ് ഫ്രം ദ റാൻഡം ഫ്ലക്ച്വേഷൻസ് ഇൻ ദ division. And it arises only in multi-electrode semiconductors. Multi-electrode semiconductors ലാണ് ഈ ഒരു പാർട്ടീഷൻ നോയ്സ് കൂടുതൽ ഉണ്ടാവുന്നത്. Hence, multi-electrode എന്ന് പറയുന്നത് ട്രയോഡ്, നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് ട്രയോഡ്സ് യൂസ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എക്സാമ്പിൾ ആണ്, എമിറ്റർ, ബേസ്, കളക്ടർ. അങ്ങനെ 3 ടെർമിനൽസ് വരുന്ന ആനോഡും കാഥോഡും ഒരു കൺട്രോളിംഗ് ഗ്രിഡ് കൂടെ യൂസ് ചെയ്യുന്നതാണ് ട്രയോഡ്. ആനോഡിൽ നിന്ന് കാഥോഡ് അല്ലെങ്കിൽ ആ ഒരു കറന്റ് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ ഒരു തേർഡ് എലിമെന്റ് കൂടെ യൂസ് ചെയ്യും, ഇലക്ട്രോഡ് യൂസ് ചെയ്യും. അതാണ് ട്രയോഡിനകത്ത്. ട്രാൻസിസ്റ്ററിനകത്തും സെയിം ആണ് അല്ലെ, എമിറ്റർ, ബേസ്, കളക്ടർ. A triode or transistor is more noisy than a diode. So multi-electrode semiconductors അല്ലെങ്കിൽ ടെർമിനൽസ് കൂടുന്നതനുസരിച്ച് ഈ പാർട്ടീഷൻ നോയ്സ്, പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവിഷൻ വരുന്നിടത്താണ്, പാർട്ട് ഡിവിഷൻസ് വരുന്നിടത്ത് ഈ ഒരു നോയ്സിന്റെ എഫക്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയോഡിനെക്കാട്ടി കൂടുതൽ പാർട്ടീഷൻ നോയ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്തായിരിക്കും നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രയോഡിനകത്ത്. അതാണ് മൾട്ടി പാർട്ട് അല്ലെങ്കിൽ മൾട്ടി ഇലക്ട്രോഡ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് സ്പെക്ട്രം. അതിന്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് സ്പെക്ട്രം ആണ് നമുക്ക് ഇതിന്റെ ഒരു സ്പെക്ട്രം ആയിട്ട് കിട്ടുന്നത് പാർട്ടീഷൻ നോയ്സിന്റെ. അതിനുശേഷം ട്രാൻസിറ്റ് ടൈം നോയ്സ് ഉണ്ട്. What is transit time noise? That is, if the time taken by an electron to travel from emitter to collector of a transistor becomes significant to the period of signaling being amplified. അതായത് ഒരു ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ എടുക്കുന്ന അതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം അതിനെയാണ് ട്രാൻസിറ്റ് ടൈം എഫക്ട് എന്ന് പറയുന്നത്. So the minute current induced in the input of the device by random fluctuations in the output current become great importance at such frequencies. So noise frequency distortion ആണ് ഇവിടെ വരുന്നത്. സോ ഇതിനെ നമുക്ക് ട്രാൻസിറ്റ് ടൈം എന്ന് പറയാം. അപ്പൊ അത് ഈ ട്രാൻസിസ്റ്ററിന്റെ കറന്റ് ഫ്ലോ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിന്റെ ഫ്ലോ വെച്ചിട്ടാണ് ആ ഒരു ട്രാൻസിറ്റ് ടൈം നോയ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷന്റെ ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. അപ്പൊ അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. വോൾട്ടേജ് മോഡൽ, അതിന്റെ നോയ്സി റെസിസ്റ്റർ വോൾട്ടേജ് മോഡൽ ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു മീൻ സ്ക്വയർ വാല്യൂ ആയിട്ടാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. Vn സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 into KTBR എന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അതിനകത്തുനിന്ന് Vn എന്ന് പറയുമ്പോൾ √4 KTBR എന്നുള്ള വാല്യൂ വരും. സോ അവിടെയാണ് നോയ്സ് വോൾട്ടേജ്. ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. So the square of RMS noise voltage Vn associated with the resistor is directly. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തിനെയൊക്കെയാണ് പ്രൊപ്പോർഷണൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നോയ്സ് വോൾട്ടേജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇറ്റ് ഈസ് മെഷർഡ്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് പറഞ്ഞു. അതേപോലെ ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇറ്റ് ഈസ് മെഷർഡ്. ഏത് ഫ്രീക്വൻസിയിലാണോ ആ ഒരു നോയ്സ് തെർമൽ നോയ്സ് മെഷർ ചെയ്യുന്നത് അതുമായിട്ട് അത് ഇൻഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാൻഡ് വിഡ്ത്ത്, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് ഡിപ്പെൻഡൻസ് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത് ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇറ്റ് ഈസ് മെഷർഡ്. ഇതേപോലെ തന്നെ നമുക്കൊരു കറണ്ട് മോഡൽ ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ Vn സ്ക്വയർ എന്ന് പറയുന്നത് 4 KTBR അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വോൾട്ടേജിന്റെ വാല്യൂ അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. In സ്ക്വയർ ഈസ് ഈക്വൽ ടു Vn സ്ക്വയർ ബൈ R സ്ക്വയർ. അപ്പൊ ഈ Vn സ്ക്വയറിനെ RN അല്ലെങ്കിൽ R സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 4 KTB ബൈ R എന്ന് വരും. 1/R G ആണ്. G എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്. G എന്താണ്? കണ്ടക്ടൻസ്. R റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് G എങ്ങനെ എഴുതാം? 1/R എന്ന് എഴുതാം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ 4 KTBG എഴുതിയത്.
ഐ എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4KT BR അല്ല, പകരം BG. ഫോർത്ത് വെക്കാൻ എളുപ്പമാണ്. ഐ എന്നും ഇ എന്നും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. റൂട്ട് ഓഫ് 4KT BG എന്ന് പറയും. ഇത് ആ ഒരു കറണ്ട് എക്വിവലന്റ് ആയിട്ടുള്ളത് കറണ്ട് മോഡലാണ്. വോൾട്ടേജിന്റെ മോഡൽ നമ്മൾ പറഞ്ഞു, വോൾട്ടേജ് ഇക്വേഷനും പറഞ്ഞു. സിമിലർലി നമുക്കൊരു കറണ്ട് മോഡൽ ഇതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും.